ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ ഇന്നലെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയിട്ട് ഉള്ളേരി എത്തിയിട്ട് ഒരു മിനിറ്റ് ആ ബേക്കറിയുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ. SP ബേക്കറിയിലെ SB ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്ന് ഞാൻ 3 ഡോണറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡോണറ്റ് കേട്ടോ. ഉള്ളേരി SB ബേക്കറിയിൽ നിന്നാണ് 3 ഡോണറ്റ് മേടിച്ചത്. അപ്പോൾ അതേ ഒന്നിൻ്റെ പകുതി ഞങ്ങൾ ഞാൻ കടിച്ചു നോക്കി, പിള്ളേർ കടിച്ചു നോക്കി, 2 പേരും കടിച്ചു നോക്കിയതാണ് കേട്ടോ. ഇത് കടിച്ചത് സഹിതമാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പം SB ബേക്കറിക്കാരോട് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കച്ചറ കൂടാനോ പഴക്ക് കൂടാനോ ഒന്നും പോകില്ല. ജസ്റ്റ് അവർക്ക് ഞാൻ എൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളും കൂടി ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പൈസ നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കാം, പക്ഷേ ഒരു മനുഷ്യന് ഭക്ഷണം ചതിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഏതോ ജാമ്പോൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സാധനമാണ്. എൻ്റെ പല്ലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഇതൊന്ന് ഉള്ളേരി ബേക്കറി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ സെയിൽ ചെയ്തോ, നല്ല ഷോപ്പാണ്, ബേക്കറിയാണ്, നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പക്ഷേ ഇതേപോലെയുള്ള ചതി ഇനി മേലെ ആരോടും ചെയ്യരുത്. ഇതിന് റിട്ടേൺ പൈസ പോലും ഞാൻ മേടിക്കൂല കേട്ടോ. ഇതവർ തിന്നട്ടെ, അവർ തന്നെ തിന്നണം. അവർ തിന്നിട്ട് അവർക്ക് അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇനി വയറ്റിളക്കോ ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവട്ടെ. അല്ല നമുക്കിതിപ്പോൾ ഏറിപ്പോയ ഒന്നിന് എത്ര 40-45 രൂപ എങ്ങാണ്ട. ഞാൻ അവിടെ നിന്നെല്ലാം കൂടി ഒരു 180 രൂപക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതവർ തന്നെ കഴിക്കട്ടെ. ആ കൊടുക്കുന്ന വീഡിയോസും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ബാക്കി നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാ, സ്വീകരിക്കുക. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമുള്ള സാധനം കേട്ടോ. ദൈവത്തിന് തുല്യമുള്ള സാധനമാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമുള്ള സാധനമാണ്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളെ വീട്ടിലേക്ക് അരിയാഹാരം മേടിക്കുന്നുണ്ടാവും, പക്ഷെ അത് തിന്നുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൂടി നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഡേറ്റ് കഴിയാനായതല്ല, അതൊന്ന് കഴിച്ചു നോക്കി. ഞങ്ങൾ 3-4 ആൾക്കാർ കഴിച്ചു നോക്കി. ആ കഷ്ണ സഹിതം ഞാൻ കൊണ്ടുവന്നതാ. ഇതുപോലത്തെ ചെറ്റത്തര ആരോടും കാണിക്കരുത്. പറ്റിപ്പോയ ആയിക്കോട്ടെ, അവിടെ നിന്നോട്ടെ. എനിക്ക് അതിന്റെ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി മേലെ നിങ്ങൾ ഇത് ആരോടും ചെയ്യരുത്.